എന്ത് പറയുന്നു, സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ ഒരു ബ്യൂട്ടി ടിപ്സ് എന്ന് പറഞ്ഞാൽ, നമുക്ക് ഈ ഒരു കാര്യം നമ്മൾ എന്നും രാത്രിയിൽ കിടക്കാൻ നേരത്തെ ഇതുപോലെ ചെയ്തിട്ട് കിടന്നാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല രീതിയിൽ ചുളിവ് കുറയാൻ സഹായിക്കുന്ന ഒരു ഫേസ് മസാജും എന്താണ് അപ്ലൈ ചെയ്തിട്ടാണ് ഒരു ഫേസ് മസാജ് ചെയ്യുന്നതെന്നുമാണ് ഇന്ന് ഞാൻ കാണിക്കുന്നത്. അതുപോലെ തന്നെ ഇത് നമ്മൾ റൊട്ടീനായിട്ട് ചെയ്തു പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ റിങ്കിൾസ് കുറഞ്ഞു വരുന്നതായിട്ട് കാണാൻ സാധിക്കും. 50 വയസ്സൊക്കെ കഴിയുമ്പോൾ തൊട്ട് നമ്മുടെ മുഖത്തൊക്കെ പതുക്കെ റിങ്കിൾസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യും. കണ്ണിനടിയിൽ കറുപ്പും അതുപോലെ തന്നെ നെറ്റിയുടെ അവിടെ ചുളിവുകളും നമ്മുടെ ഈ ഭാഗത്തൊക്കെ ചുളിവുകളും ഒക്കെ വരാൻ തുടങ്ങും. നമുക്ക് എന്തായാലും നമുക്ക് മുഖത്തെ ചുളിവുകളൊക്കെ വരാതെ ഇരിക്കത്തില്ല. പക്ഷെ അതിനെയൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്ത് നിർത്തി ഒന്ന് എന്താ പറയുക, ഒരുപാട് ചുളിവുകളിലോട്ട് പോകാതെ നമുക്ക് അതൊന്ന് കൺട്രോൾ ചെയ്തുകൊണ്ട് പോകാൻ പറ്റും. അല്ലാതെ നമ്മൾ അതൊന്നും ചെയ്യാതിരിക്കുമ്പോഴാണ് നമുക്ക് ഇത് കൂടി വരുന്നത്. ഇപ്പോൾ ഈ ഒരു ഭാഗത്ത് നമ്മുടെ ഈ ഒരു ഏരിയയിലൊക്കെ ആണെങ്കിലും എനിക്കത് ഇതുപോലെ ഒരു ചെറിയൊരു വര പോലൊക്കെ പണ്ട് മുതലേ ഉണ്ട് കേട്ടോ, ഇപ്പോഴുള്ളതല്ല, പണ്ട് മുതലേ ഉണ്ട്. പക്ഷേ ഇത് ഞാനിപ്പോൾ ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ ചുളിഞ്ഞ് ഇങ്ങനെ ആയിപ്പോവും, എൻ്റെ ഫേസ് ഇങ്ങനെ താഴോട്ടായി പോവും. അപ്പോൾ ഇവിടെ പ്രായമായ പോലെ ഇങ്ങനെ സ്കിന്ന് ഒരുപാട് സാഗിയും. അപ്പം ഞാനിങ്ങനെ അത്യാവശ്യം മസാജൊക്കെ കൊടുത്ത് നിൽക്കുന്നത് കൊണ്ടാണ്, പ്രത്യേകിച്ച് എൻ്റെ നീണ്ട മുഖമായതുകൊണ്ട് പെട്ടെന്ന് തന്നെ റിങ്കിൾസ് സ്റ്റാർട്ട് ചെയ്യും. പെട്ടെന്ന് ഇനി ഒരു ഏരിയയിൽ ചുളിവ് കൂടും. അപ്പം ഒരുപാട് കൂടാതെ നമ്മുടെ ഒരു ഭാഗമൊക്കെ കൂടാതെ ഇരിക്കുന്നത്. അല്ലെങ്കിൽ എൻ്റെ ഇവിടെയൊക്കെ എപ്പോഴേ ഇങ്ങനെ സാഗിയത് വന്നിന്, ഈ റിങ്കിൾസൊക്കെ കൂടി വന്നിന്. അപ്പം ഞാൻ ചെയ്യുന്നത് കൊണ്ടാണ് എനിക്കതിന് റിസൾട്ട് കിട്ടുന്നത്. അപ്പം അതിനുവേണ്ടി ചെയ്യാലേ അതിന് നമുക്ക് റിസൾട്ട് കിട്ടത്തുള്ളൂ. വെറുതെ പറയുന്നതല്ല, പഠിച്ചിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. അത് പഠിച്ചറിഞ്ഞിട്ട് അറിവുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് നിങ്ങളത് കറക്റ്റ് രീതിയിൽ ചെയ്യണം. 31 വയസ്സായി. അപ്പം ഞാനിതൊക്കെ ഇങ്ങനെ ഡെയിലി പായ്ക്കിടും, പിന്നെ 2 ദിവസം കൂടുമ്പോൾ മസാജ് ചെയ്യും, പിന്നെ 2 ദിവസം കൂടുമ്പോഴത്തേനും വേറൊരു പായ്ക്കിടും, എഗ് വൈറ്റ് അങ്ങനെയുള്ള സംഭവങ്ങളോട് പായ്ക്കിടും. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഈ ഫേസ് യോഗ ചെയ്യും. അങ്ങനെ പറ്റുന്ന എണ്ണാണ് അതൊക്കെ ഞാൻ ചെയ്തിട്ട് പോകുന്നുണ്ട്. അപ്പം നമ്മുടെ മുഖമൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ വലിയ ചുളിവൊന്നും ഇല്ലാതെ, വലിയ പ്രശ്നമൊന്നും ഇല്ലാതെ നമുക്ക് മുമ്പോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്ത് കൊടുക്കാം. അങ്ങനത്തെ ഒരു മസാജും അതെന്തുകൊണ്ടാണ് മസാജ് ചെയ്യുന്നതെന്ന് നമ്മൾ കാണിച്ചു തരുന്നത്. അപ്പോൾ അതിനായിട്ട് ആദ്യം എടുക്കേണ്ടത് നല്ലെണ്ണയാണ് ഞാൻ എടുക്കുന്നത്. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ നല്ലെണ്ണ ഉപയോഗിക്കാം. ഇപ്പോൾ എൻ്റെ സ്കിന്നിന് ഒട്ടും വെളിച്ചെണ്ണ യോജിക്കുന്നില്ല. ഫസ്റ്റ് ഞാനൊരു വെളിച്ചെണ്ണ വെച്ചൊരു മസാജ് ചെയ്തിട്ട് എനിക്ക് കുരുക്കളുണ്ടായിരുന്നു കേട്ടോ. അപ്പം ചിലവർക്ക് കുരുക്കളുണ്ടായി, ചിലർക്ക് വെളിച്ചെണ്ണ മാത്രമായിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പം അങ്ങനെ ആൽമണ്ട് ഓയിൽ ഇട്ട് ചെയ്യുന്നവരുണ്ട്, ഒലിവ് ഓയിൽ ഇട്ട് ചെയ്യുന്നവരുണ്ട്. അവർക്കൊക്കെ നിങ്ങൾക്ക് ഏത് ഓയിലാണ് സ്യൂട്ടാകുന്നത് അത് മാത്രം നിങ്ങൾ തിരഞ്ഞെടുത്താൽ മതി. അല്ലാതെ ഞാൻ കാണിക്കുന്ന ഓയിൽ നിങ്ങൾ ചെയ്യണമെന്ന് ആവശ്യമില്ല. പക്ഷെ നല്ലെണ്ണ എന്ന് പറയുന്ന സംഭവം നമുക്ക് മുഖത്ത് കുരുക്കൾ ഉണ്ടാവത്തില്ല. അതുപോലെ തന്നെ നല്ല രീതിയിൽ റിങ്കിൾസ് കുറയാൻ സഹായിക്കുന്ന ഒരു സംഭവമാണ് നല്ലെണ്ണ. ഡ്രൈനെസ്, അതിൽ റിങ്കിൾസ്, നമ്മുടെ ആ ഒരു ചർമ്മത്തെ നല്ല മോയ്സ്ചറായിട്ട് നിലനിർത്താനൊക്കെ നല്ലെണ്ണയ്ക്ക് ഒത്തിരി നല്ലതാണ്. അതുപോലെ തന്നെ വെളിച്ചെണ്ണ. പക്ഷേ വെളിച്ചെണ്ണ എനിക്ക് പിടിക്കത്തില്ല, അതുകൊണ്ട് നല്ലെണ്ണ പിടിക്കും. അതുപോലെ തന്നെ ആൽമണ്ട് ഓയിലും ഒലിവ് ഓയിലും ഒക്കെ എനിക്ക് പിടിക്കും. പക്ഷേ വെളിച്ചെണ്ണ പിടിക്കത്തില്ല. ഇല്ലാത്തവർക്ക് വെർജിൻ കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യുക. വെർജിൻ കോക്കനട്ട് ഓയിൽ ഈ വെളിച്ചെണ്ണ പിടിക്കാത്ത ആൾക്കാർക്ക് വെർജിൻ കോക്കനട്ട് ഓയിൽ പിടിക്കുന്നുണ്ടെന്ന് എന്നോട് കുറച്ച് പേര് മെസ്സേജ് ഇട്ടിരുന്നു. നിങ്ങൾ ട്രൈ ചെയ്യുക. നിങ്ങൾ 1-2 വട്ടം ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് വെളിച്ചെണ്ണയോ വെർജിൻ കോക്കനട്ട് ഓയിലോ ഉണ്ടോ, നിങ്ങൾക്ക് കുരുക്കൾ വരുന്നുണ്ടോ ഇല്ലെങ്കിൽ ഇതിൻ്റെ ഒന്നും പാടില്ല. നിങ്ങൾക്ക് നല്ലെണ്ണ മാത്രം യൂസ് ചെയ്യുക. ഇത് ഫേസ് മസാജ് ഓയിലിൻ്റെ ഒരു ക്യാപ്സ്യൂളാണ്. ഇത് റിങ്കിൾസ് കുറയാൻ സഹായിക്കുന്നത് നല്ലതാണ്. പക്ഷേ ഈ ഒരു ക്യാപ്സ്യൂള് നമുക്ക് ഓയിലി സ്കിന്നുകാർക്ക് അത്ര നല്ലതല്ല. ഡ്രൈ സ്കിന്ന്, നോർമൽ സ്കിന്ന്, അതുപോലെയുള്ള സ്കിന്നുകാർക്കൊക്കെ ഒത്തിരി നല്ലതാണ്. അപ്പോൾ അങ്ങനത്തെ ഉള്ള സ്കിന്നുകാർ നിങ്ങൾക്ക് ഈ ഒരു ക്യാപ്സ്യൂൾ, ഇതിങ്ങനെ ബോട്ടിലിൽ വലിയ വിലയൊന്നുമില്ല, ഇത് നമുക്ക് ഓൺലൈനിൽ വാങ്ങിക്കാൻ കിട്ടും. ഫേസ് മസാജ് ഓയിലിൻ്റെ ക്യാപ്സ്യൂൾ അടിച്ചു കൊടുത്താൽ മാത്രമാണ്. ഈ വൈറ്റമിൻ സി ധാരാളം അടങ്ങിയിട്ടുണ്ട്. വൈറ്റമിൻ സി നമ്മുടെ ഫേസിന് ഒത്തിരി നല്ലതാണ്, അത്യാവശ്യമായ സാധനമാണ്. അപ്പം നമ്മുടെ ഫേസൊക്കെ നല്ല മോയ്സ്ചറായിട്ട് നിൽക്കാനായിട്ടും പ്രധാനമായിട്ടും നമുക്ക് ഡ്രൈ സ്കിന്നുകാർക്ക് ഏറ്റവും നല്ലതാണിത്. അപ്പം അങ്ങനെയുള്ളവർ ഈ ഒരു ക്യാപ്സ്യൂൾ വാങ്ങിച്ച് വെച്ചാൽ മതി. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ഈ വീഡിയോയിൽ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം. നിങ്ങൾക്ക് അത് ക്ലിക്ക് ചെയ്ത് വാങ്ങിച്ചാൽ മതി. ഓഫറും കാര്യങ്ങളൊക്കെ കിട്ടും. വലിയ വിലയൊന്നും ഇല്ലാത്ത സാധനമാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇതിനെല്ലാം പകരം ഞാൻ നല്ലെണ്ണയാണ് ഉപയോഗിക്കുന്നത്. കാരണം നിങ്ങളോട് പറഞ്ഞു തരുന്നതിൻ്റെ കാരണം, ഒരുപാട് പേര് വീഡിയോ പകുതി കാണാതെ ഇത്രയും ഞാൻ ഇത്ര നേരം വീഡിയോ ചെയ്തിട്ട് നിങ്ങളതൊന്നും കാണാതെ പിന്നെയും വന്ന് എന്നോട് ചോദിക്കും, ഞാൻ ഏത് ഓയിലാണ് യൂസ് ചെയ്യേണ്ടത്, ഒലിവ് ഓയിലാണോ കോക്കനട്ട് ഓയിലാണോ അതോ എന്താണോ യൂസ് ചെയ്യേണ്ടത്. ഞാൻ എല്ലാം കറക്റ്റ് വ്യക്തമാക്കി, ഒലിവ് ഓയിലെങ്കിൽ അത്, കോക്കനട്ട് ഓയിലെല്ലാം അത് ഇങ്ങനെ മാറി പറയുന്നുണ്ട്. അപ്പോൾ ഇനിയും പറഞ്ഞാൽ നീണ്ടുപോകും. അതുകൊണ്ട് നിങ്ങൾ ഇതുപോലെ തന്നെ ചെയ്യുക കേട്ടോ. ആദ്യം നമുക്ക് ഒരു മസാജിങ് ക്രീം ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത്, ഞാൻ എടുക്കുന്നത് നമ്മുടെ നല്ലെണ്ണയാണ് എടുക്കുന്നത്. ഒരു 1/4 ടീസ്പൂൺ നല്ലെണ്ണ മതി കേട്ടോ. ഒരു 1/4 ടീസ്പൂൺ നല്ലെണ്ണ. ഇത് മിക്സ് ചെയ്ത് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം.
2-3 ദിവസം, ഒരു 3-4 ദിവസങ്ങൾ എനിക്ക് തോന്നുന്നു ഇത് ഉപയോഗിക്കാൻ പറ്റുമെന്ന്. യാതൊരു കുഴപ്പമില്ലാതെ നമ്മുടെ ഫ്രിഡ്ജിൽ തന്നെ ഇരിക്കും. വേറെ നമ്മുടെ പച്ചക്കറി വെജിറ്റബിൾസോ ഫ്രൂട്ട്സോ ഒന്നും ഇതിൽ ചേർക്കുന്നില്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ട് തന്നെ ഫ്രിഡ്ജിൽ ഇരുന്നോളൂ. അപ്പം നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടാക്കി തേക്കേണ്ട ആവശ്യമില്ല, ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് തേച്ചാൽ മതി. അപ്പോൾ ഒരു 1/4 ടീസ്പൂണോളം നല്ലെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് അലോവേര ജെല്ലാണ്. അതുകൊണ്ട് ഇത്രയും നിറച്ച് അലോവേര ജെൽ ഉണ്ടായിരുന്നതാണ് ഞാൻ ഓരോ കാര്യത്തിനും, പായ്ക്കിനും മസാജിങ്ങിനും അതിനുമൊക്കെ എടുത്തെടുത്ത് തീർന്നു കേട്ടോ. അപ്പോൾ ഇതിൽ അണ്ടർ ഐ പായ്ക്കായിട്ട് ഉപയോഗിക്കും. കാരണം ഇത് നമ്മുടെ എന്താ പറയുക, കണ്ണിലെ കറുപ്പൊക്കെ മാറ്റാനായിട്ട് അലോവേര ജെൽ അതിൻ്റെ കൂടെ കുറച്ച് സാധനങ്ങൾ മിക്സ് ചെയ്യണം. ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഒരു 1/2 ടീസ്പൂണോളം നമ്മുടെ അലോവേര ജെല്ല് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ അലോവേര ജെല്ല് ചേർത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഗ്ലിസറിൻ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു 3 ഡ്രോപ്സ് ഗ്ലിസറിൻ മതി. അപ്പോൾ വീഴുന്ന ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ നമുക്ക് എന്താ പറയുക, നമ്മുടെ സ്പില്ലറൊക്കെ വെച്ച് എടുക്കുക കേട്ടോ. അപ്പോൾ ഒരു 4 തുള്ളി വീണിട്ടുണ്ട്. അപ്പോൾ 4 തുള്ളി വീതം സ്പൂണെന്നാണ് വായി വരുന്നത്. 4 തുള്ളി വീതം ഗ്ലിസറിനും കൂടെ എടുത്ത് ഇതിനകത്ത് ചേർത്തിട്ടുണ്ട്. ഗ്ലിസറിൻ എന്താണ്, നമ്മുടെ മുഖത്ത് നല്ലൊരു തിളക്കമൊക്കെ കിട്ടാനായിട്ട്, റിങ്കിൾസ് കുറയാനായിട്ട് മുഖത്ത് സഹായിക്കുന്ന സംഭവമാണ് ഗ്ലിസറിൻ. ഗ്ലിസറിൻ നമ്മുടെ എല്ലാ ബ്യൂട്ടി പ്രൊഡക്റ്റുകളും ഗ്ലിസറിന് എല്ലാ ബ്യൂട്ടി പ്രൊഡക്റ്റിലും ഗ്ലിസറിൻ ഉപയോഗിക്കുന്ന കേട്ടോ. അതുകൊണ്ട് നമ്മളത് വളരെ കുറച്ച് മാത്രമേ എടുക്കാവുള്ളൂ. പക്ഷേ അത് നല്ലൊരു എന്താ പറയുക, ഒരു സാധനമാണ് ഗ്ലിസറിൻ. ചെയ്യേണ്ട രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു സംഭവമാണ്. അപ്പോൾ നമ്മൾ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണേ. ഇത് നല്ല രീതിയിൽ തന്നെ മിക്സിങ് വേണം കേട്ടോ, എന്നാലേ നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടത്തുള്ളൂ. അപ്പം ഞാൻ എൻ്റെ ഫേസിൽ ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തിട്ടുണ്ട്, വേറെ ഒന്നും അപ്ലൈ ചെയ്തിട്ടില്ല. അപ്പം മുഖം ഒന്ന് ഫേസ് വാഷ് ഇട്ട് കഴുകുകയോ, നിങ്ങൾ പുറത്തോട്ടൊക്കെ പോയിട്ട് വന്നതാണെങ്കിൽ ഫേസ് ഒന്ന് വാഷ് ചെയ്യുന്നതല്ലായിരിക്കും ഫേസ് വാഷൊക്കെ ഇട്ട്, അല്ലെങ്കിൽ ബേബി സോപ്പോ എന്തെങ്കിലുമൊക്കെ ഇട്ടൊന്ന് കഴുകുന്നത് നല്ലതായിരിക്കും. അപ്പം ഞാൻ ജസ്റ്റ് ഒരു മോയ്സ്ചറൈസർ മാത്രമേ അപ്ലൈ ചെയ്തുള്ളൂ, അതൊന്ന് തുടച്ച് കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ മോയ്സ്ചറൈസർ തുടയ്ക്കാൻ മാത്രമൊന്നുമില്ല, പിന്നെ ചെളിയോ ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പൊക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇന്നലെ നമ്മളൊരു ഇത് ചെയ്തില്ലായിരുന്നു, നിങ്ങളെ കാണിച്ചുകൊണ്ട് എന്താണ് ഒരു കൊറിയൻ ഗ്ലാസ് സ്കിൻ എന്ന് പറഞ്ഞൊരു പായ്ക്കറ്റ് കാണിച്ചില്ലായിരുന്നു. അത് അതിൻ്റെ തിളക്കം കണ്ടത് ഇപ്പോഴും മാറിയിട്ടില്ല, നല്ലൊരു തിളക്കമൊക്കെ ഉണ്ട് മുഖത്തിന്. അത് ചെയ്തേ പിന്നെ ഇത് കുറച്ച് ദിവസം നിൽക്കും കേട്ടോ, ഒരാഴ്ചയോളം നിൽക്കും. കാണാത്തവരെന്തെങ്കിലും ആ വീഡിയോ പോയി കാണണം, ഇന്നലെ ഇട്ട വീഡിയോ കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. നമുക്ക് നന്നായിട്ട് ഫേസിലൊന്ന് തേച്ച് പിടിപ്പിക്കാം. കഴുത്തിലും തേക്കാം കേട്ടോ. ഞാനിപ്പോൾ ഫേസിൽ മാത്രമേ കാണിക്കുന്നുള്ളൂ, അത് നിങ്ങൾക്ക് കഴുത്തിലും തേക്കാം. അപ്പം ഫേസിലെല്ലാം നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. നല്ല രീതിയിൽ നമ്മുടെ കൈ ഇങ്ങനെ സ്മൂത്തായിട്ട് ഓടിപ്പോകും. നല്ലൊരു സംഭവമാണ്. ഈ കൂട്ടെല്ലാം ഇത് തന്നെ ചേർക്കണം, ഇതിൽ നിന്ന് യാതൊന്നും മാറ്റം വരുത്താൻ പാടില്ല, എന്നാലേ നമുക്ക് റിസൾട്ട് കിട്ടത്തുള്ളൂ. അപ്പം നമുക്ക് ഒരു മസാജ് എങ്ങനെയാണ് ചെയ്തെന്ന് നോക്കാം. ആദ്യം നമുക്ക് നമ്മുടെ ഈ 2 വിരൽ, അതായത് ഈ 2 ചൂണ്ടുവിരലെടുക്കുക. എന്നിട്ട് നമ്മൾ ഈ ഒരു ഭാഗത്താണ് മസാജ് കൊടുക്കേണ്ടത്. ഇവിടെ നിന്ന് ഇങ്ങനെ എടുത്ത് നമ്മുടെ ഒരു സ്കിന്നൊന്ന് ടൈറ്റാക്കി കൊടുക്കുക. നമ്മുടെ ഇവിടെയൊക്കെ സാഗ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട്, ഈ ഭാവമൊക്കെ സാഗ് ചെയ്യാതിരിക്കാൻ വേണ്ടി ഒന്ന് ടൈറ്റാക്കി കൊടുക്കുക. പിന്നെ നമ്മൾ ഇവിടുന്ന് പുറകോട്ട് ഈ ഒരു മസാജ് കൊടുക്കുക. കൈ ഇങ്ങനെ വെച്ചിട്ട് വേണം കൊടുക്കാൻ. ഇതെല്ലാം 10 വട്ടം വീതമാണ് ചെയ്യുന്നത് കേട്ടോ. ഞാൻ ഈ പറയുന്നില്ല, 10 വട്ടം വീതം ചെയ്താൽ മതി. അതല്ലാത്ത കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയുവേ. ഇനി നമുക്ക് ഇങ്ങനെ ഒരു മസാജ് കൊടുക്കാം. മെയിനായിട്ടും ഇവിടെ ചുളിവ് വന്നാൽ പിന്നെ നമ്മുടെ സ്കിന്ന് സാഗ് ചെയ്യാൻ തുടങ്ങും. ഇങ്ങോട്ട് സാഗ് ചെയ്യുമ്പോൾ ഭയങ്കര വൃത്തികേടായിരിക്കും. അതുകൊണ്ട് ഇങ്ങനെയുള്ള മസാജാണ് കൂടുതലും നമുക്ക് കൊടുക്കേണ്ടത്. ഈ ഇത്രയും ഭാഗത്ത് ആണ് മസാജ് കൂടുതലും ചെയ്യേണ്ടത്. വീണ്ടും നമുക്ക് നമ്മുടെ ഈ കൈ ഇങ്ങനെ പിടിച്ചുകൊണ്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കാം. അടുത്ത നമ്മുടെ ഈ ചൂണ്ടുവിരൽ ഉപയോഗിച്ചിട്ട്
10 വട്ടം ചെയ്യുക. ഇങ്ങനെ ചെയ്യുക. ഒരു സൈഡ് 10 വട്ടം. ഇങ്ങനെ അങ്ങനെ 2 സൈഡും 10 വട്ടം ചെയ്യുക. നെക്സ്റ്റ് നമ്മൾ നമ്മുടെ ഓക്കിൻ്റെ ഇവിടെ ഇങ്ങനെ ഒന്ന് ക്ലോക്ക് വൈസ് ചെയ്ത് കൊടുത്തിട്ട് ഇങ്ങനെ ചെയ്യുക. ക്ലോക്ക് വൈസ്. ഒരു 10 വട്ടം ചെയ്യുക. നെക്സ്റ്റ് നമ്മൾ നെറ്റിയിൽ 2 വിരൽ, ചൂണ്ടുവിരലും നെക്സ്റ്റ് വിരലും ഉപയോഗിച്ചിട്ട് ഇങ്ങനെ നേരെ ഒരു മസാജ് കൊടുക്കുക. നെറ്റിയിലുള്ള ഫോർഹെഡ് റിങ്കിൾസ് മാറാൻ സഹായിക്കുന്ന ഒരു മസാജാണ്. വീണ്ടും നമ്മൾ ഇതൊരു 10 വട്ടം ചെയ്യുക. ഈ ഭാഗത്ത് മൊത്തം ഇങ്ങനെ മൂക്കിൻ്റെ ഇവിടെ നിന്ന് താഴോട്ട് ചെയ്യുക. അടുത്തത് നമ്മൾ കൈ ഇങ്ങനെ ചുരുട്ടി പിടിച്ചതിന് ശേഷം ഇങ്ങനെ പിടിക്കുക. തള്ളവിരൽ രണ്ടും താഴെ ആയിരിക്കണം, ഇതിവിടെ ആയിരിക്കണം. എന്നിട്ട് ഇങ്ങനെ ഈ തള്ളവിരൽ ഇതിൻ്റെ കൂട്ടത്തിൽ ഇങ്ങനെ ഓടണം. ഡബിൾ ചിന്ന് മാറാൻ സഹായിക്കുന്ന ഒരു മസാജാണ്. ഫേസിന് നല്ല ഷേപ്പും കിട്ടും, സ്കിന്ന് സാഗ് ചെയ്യുന്നത് മാറും. ഈ ഒരു മസാജ് കൊടുക്കുക. എനിക്ക് ഡബിൾ ചിന്ന ചെറുതായിട്ടുള്ള ആളായിരുന്നു. ഇപ്പോഴാണ് അത്യാവശ്യം കൂടാതെ ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ടാണ് കൂടാതെ പോകുന്നത്. ഒരു പ്രായമായി കഴിയുമ്പോൾ അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് വൃത്തികേട് വരും ഡബിൾ ചിഹ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ. ഇങ്ങനെ 10 വട്ടം ചെയ്യുക. അടുത്ത് നമ്മൾ കൈ ചുരുട്ടി പിടിക്കുക. അതിനുശേഷം കവിള് വരാനായിട്ടും സാഗിങ് സ്കിന്ന് മാറാനായിട്ടും ഇത് നല്ലൊരു മസാജാണ്. ഇതൊരു വട്ടമൊന്നും ചെയ്താൽ കവിള് വരുന്നില്ല കേട്ടോ. പത്ത് വട്ടം ഇങ്ങനെ ചെയ്യുക. അതിനുശേഷം നമ്മൾ കൈ ചുരുട്ടി പിടിച്ചിട്ട് ഇങ്ങനെ മസാജ് കൊടുക്കുക. താടിയിൽ ഈ അപ്പർ ലിപ്പിന് ചുറ്റും. അടുത്ത നമ്മൾ നമ്മുടെ ഇവിടുത്തെ ഒരു എന്താ പറയുക ഡബിൾ ചിന്നൊക്കെ മാറാനായിട്ട് ഫേസ് നല്ല ഷേപ്പായിട്ടിരിക്കാനായിട്ട് ചുരുട്ടി പിടിച്ചതിന് ശേഷം ഒരു മിനിറ്റോളം കൊടുക്കുക. അപ്പോൾ ഇവിടെ ഒരു കൊഴുപ്പൊക്കെ അടിയുന്ന പ്രശ്നം മാറി കിട്ടാനായിട്ട്, അത് കഴുത്തിലൊക്കെ ഭയങ്കര കൊഴുപ്പ് അടിഞ്ഞിട്ട് കഴുത്തൊക്കെ വീങ്ങിയിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് ചില ആൾക്കാരിൽ. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ അങ്ങനെ നേരത്തെ തന്നെ ചെയ്തു കൊടുക്കുവാണെങ്കിൽ അത് ഉണ്ടാകത്തില്ല. വന്ന ആൾക്കാർക്ക് ഇത്തിരി താമസം വരും മാറാനായിട്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്തു കൊടുക്കുക. നമ്മുടെ കഴുത്തൊക്കെ നല്ല രീതിയിൽ നല്ല ഒരു എന്താ പറയുക ഒത്തിരി തടി കൂടാത്ത കഴുത്തായിട്ട് മാറും. നമ്മളിങ്ങനെ താഴോട്ട് ഈ ചെവിയുടെ അവിടുന്ന് താഴോട്ട് ഇങ്ങനെ ചെയ്തു കൊടുക്കുക. 2 കൈ കൊണ്ട് മാറി മാറി 1 മിനിറ്റോളം ചെയ്യുക. വീണ്ടും നമ്മൾ ഇങ്ങനെ ഇത് 1 മിനിറ്റോളം ചെയ്യുക.
ഈ ഒരു മസാജ് ചെയ്ത് കൊടുക്കുക. ഒരു വിരൽ വെച്ചിട്ട് ഇങ്ങനൊരു മസാജ് കൊടുക്കുക. കണ്ണിൻ്റെ ഇവിടുത്തെ ചുളിവൊക്കെ മാറാനായിട്ട് നല്ലതാണ്. തിരിച്ചിങ്ങനെ വന്നിട്ട് ഐബ്രോസ് ഒന്ന് ലിഫ്റ്റ്. ഞാൻ എപ്പോഴും ചെയ്യുന്നൊരു മസാജ് ആയത് കേട്ടോ. ഈ ഐബ്രോസ് നല്ല ഷേപ്പായിട്ടിരിക്കും. അതുകൊണ്ട് തന്നെ എനിക്ക് അറിയാൻ പറ്റുന്നുണ്ട് നല്ല ലിഫ്റ്റ് ചെയ്ത് തന്നെയാണ് നിൽക്കുന്നത് ഐബ്രോസ്. ഇത് നല്ലൊരു മസാജാണ്. നിങ്ങൾ ചെയ്യുമ്പോഴേ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് അറിയത്തുള്ളൂ. ലിഫ്റ്റ് ചെയ്ത് എപ്പോഴും ഇടയ്ക്കൊക്കെ ഈ ഒരു ലിഫ്റ്റ് ചെയ്യുന്ന മസാജ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ കണ്ണിൻ്റെ അവിടെ ഒരുപാട് ചുളിവ് വരാതിരിക്കും. കണ്ണിൻ്റെ അടുത്ത ക്ഷീണമൊക്കെ കുറയും. ചുളിവ് വരുമ്പോഴാണ് ക്ഷീണം തോന്നിക്കുന്നത്. നമ്മുടെ കണ്ണ് നല്ല ഭംഗിയായിട്ടിരിക്കും. വീണ്ടും ഇങ്ങനെ 10 വട്ടം 2 സൈഡിലും കൊടുക്കുക. ഇങ്ങനെയും 10 വട്ടം കൊടുക്കുക. നമ്മുടെ കൈ ഇങ്ങനെ കൊടുക്കുമ്പോൾ മൊത്തത്തിലൊരു മസാജ് കൊടുക്കുക. നല്ല രീതിയിൽ ഇങ്ങനെ ഒന്ന് ടൈറ്റാക്കി മുഖം ഒന്ന് വെക്കുക. ഒരു 5 സെക്കൻഡ് ഒന്ന് ഹോൾഡ് ചെയ്യണം. വീണ്ടും ഇങ്ങനെ ഒന്ന് വന്നിട്ട് 5 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക. ഇങ്ങനെ നമ്മൾ 10 വട്ടം ചെയ്യുക. ഇനി ഒന്ന് ടാപ്പ് ചെയ്ത് റിലാക്സ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് ഓയിലി സ്കിന്നുകാരാണെന്നുണ്ടെങ്കിൽ ഫേസ് വാഷോ എന്തെങ്കിലും എന്തെങ്കിലും ബേബി സോപ്പോ ഇട്ട് ഫേസ് വാഷ് ചെയ്തിട്ട് കിടക്കുക. എന്നിട്ടൊരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തിട്ട് കിടക്കുക. നിങ്ങളുടെ ഡ്രൈ സ്കിന്നാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വെറുതെ ഒന്ന് വാഷ് ചെയ്തിട്ട് എന്തെങ്കിലും മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തിട്ട് കിടന്നാൽ മതി കേട്ടോ. അപ്പോഴാണ് നമുക്ക് നല്ല റിസൾട്ട് കിട്ടുന്നത്. എന്തായാലും നിങ്ങളൊരു മോയ്സ്ചറൈസറും സൺസ്ക്രീമും മസ്റ്റായിട്ട് ഒരു ഏജ് കഴിഞ്ഞാൽ ഉപയോഗിക്കണം. ഇപ്പോൾ നല്ല വെയിൽ വരാൻ പോവാണ്. അപ്പോൾ സ്കിന്നെ പ്രൊട്ടക്റ്റ് ചെയ്ത് പോകണം എല്ലാവരും. ഒരു 10 മിനിറ്റ് മാറ്റി വെച്ചാൽ മതി, അല്ലെങ്കിൽ 5 മിനിറ്റ് മാറ്റി വെച്ചാൽ മതി നിങ്ങളത് ചെയ്യാനായിട്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്തു പോകുമ്പോൾ നമുക്ക് തന്നെ അതിൻ്റെ റിസൾട്ട് കണ്ടറിഞ്ഞ് തന്നെ അറിയാം. കാരണം എന്താ വെച്ചാൽ നമുക്ക് കാണാൻ പറ്റും. ഒരാഴ്ച ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ മാറ്റം കാണാൻ സാധിക്കും. ആദ്യമേ നമ്മുടെ ആ സ്കിന്നൊക്കെ നല്ല സോഫ്റ്റ് ആൻഡ് ഷൈനായി മാറും, നല്ല സ്മൂത്ത് ആയിട്ട് മാറും. അപ്പോൾ എല്ലാവരും ഇത് ചെയ്ത് നോക്കാൻ മറക്കല്ലേ. അടുത്തൊരു നല്ല ഈ വീഡിയോ ആയിട്ട് കാണുന്നതിന് എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ.